നമസ്കാരം. ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ഇവിടെ റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കുമ്പോൾ ഞാൻ സ്പ്രെഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ശക്തമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അത് എടുക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. അതായത് നിങ്ങൾക്ക് ഇത് ജനറൽ റീഡിംഗ് ആണ്. ആർക്കൊക്കെ റെസനേറ്റ് ആകും എന്നെനിക്കറിയില്ല, എങ്കിലും അത് റെസനേറ്റ് ആകുന്നവരെടുക്കുക, അല്ലാത്തതൊക്കെ വിട്ട് കളഞ്ഞേക്കണം. കാരണം നെഗറ്റീവ് കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫോഴ്സ്ഫുള്ളി നിങ്ങൾ അട്രാക്റ്റ് ചെയ്യരുത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമ്മളെപ്പോഴും പോസിറ്റീവ് ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതേ വിഷമം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് പറയുന്നത്. ഇത് ജെൻഡർലെസ് ആണ്. ജെൻഡർലെസ് ആയതുകൊണ്ട് മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. അതുപോലെ തന്നെ നമ്മൾക്ക് ടൈംലെസ്സുമാണ്. നിങ്ങൾക്ക് എപ്പോൾ കണ്ടാലും വാലിഡ് ആകും. ഇനി എനിക്ക് പറയാനുള്ളത്, പിന്നെ നമ്മളുടെ ചാനൽ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ്, ഷെയർ, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ, ഇത് ഇത്രയും കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സ്പ്രെഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. ഇതാണ് കാർഡ്സ് എല്ലാം ഇന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്സിൽ പെടുന്നതാണ്. ഇന്ന് കുറച്ച് കാർഡ് കൂടുതൽ എടുത്തിട്ടുണ്ട്. നമ്മളുടെ ഈ ഫുൾ മൂണിൻ്റെ ആ ഒരു ഇത് ഇന്നുമുണ്ട്. ശരീരത്തിനാകെ ഒരു ക്ഷീണവും വിഷമവും ഒക്കെ ഉണ്ട്. എങ്കിലും ഞാനിത് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. കാരണം നമുക്കത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, വളരെ കൂടുതലുമാണ്. അപ്പം അത് നമ്മളുടെ ജീവിതത്തിൽ ശരീരം മാത്രമല്ല, നമ്മളുടെ മനസ്സിനെ ബാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ റിലേഷൻഷിപ്പ് കാര്യങ്ങളിൽ ബാധിക്കും. എല്ലാം കൊണ്ടും നമുക്ക് കുറച്ച് മോശമായ കാര്യങ്ങൾ നമുക്ക് വരും. അത് പേടിക്കാനൊന്നുമില്ല, അത് വരും പോകും, അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പം നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ദിസ്. അപ്പോൾ ആ കാർഡെന്ന് പറഞ്ഞാൽ ഒരു പോവർട്ടിയെ സൂചിപ്പിക്കുന്നു എന്നാണ്. ഫിനാൻഷ്യൽ ലോസ് വന്നിരിക്കുന്നു. പിന്നെ ഒരു എന്താ പറയുക, ലോസ് ഉണ്ട്. ഐസൊലേഷൻ ആയിട്ട് നിൽക്കുന്നതായിട്ട്, ഒരു ഐസൊലേഷൻ പീരീഡിൽ നിൽക്കുന്ന പോലെ വളരെ വേദനയോടുകൂടി നിൽക്കുന്നു. പിന്നെ ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്നു. ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വളരെ ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്ന, ഫിനാൻഷ്യൽ ലോസ് ഉള്ള, വളരെ പോവർട്ടിയായിട്ട്. ആ പോവർട്ടി മീൻസ് പിന്നെ അത് ഫിനാൻഷ്യൽ പോവർട്ടി മാത്രമല്ല വരുന്നത്, ദാരിദ്ര്യമല്ല വരുന്നത്, ലൈഫിലെ ദാരിദ്ര്യവും വരാം. ഇത് നമ്മളുടെ ലൈഫിൽ വരുന്ന ദാരിദ്ര്യം, അതും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ കാർഡ് കണ്ടാൽ നമുക്കറിയാം, പിടിച്ചു വച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. എനർജി എന്ന് പറയുമ്പോൾ, അവിടെ പിടിച്ചു വച്ചിരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ഈ വ്യക്തിയെ തന്നെ പിടിച്ചു വച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഫിനാൻഷ്യൽ ഗ്രീഡി, അത് അത്തരം കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ വ്യക്തിയെ പോലും പിടിച്ചു വച്ചിരിക്കുന്നു എന്നൊരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. വളരെ ഭാരം, തലയ്ക്ക് വളരെ ഭാരം കൊണ്ട് ക്ഷീണിതനായി നിൽക്കുന്നു നിങ്ങളുടെ വ്യക്തി എന്നാണ് കാണിക്കുന്നത്. അയാളുടെ റെസ്പോൺസിബിലിറ്റീസ് കൊണ്ട് അയാൾക്ക് താങ്ങാനാവുന്നതിൽ അധികം റെസ്പോൺസിബിലിറ്റീസ് ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് വളരെ ക്ഷീണമുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇന്ന് ഒന്നാമത് നമുക്ക് ഇന്നത്തെ ഈ ഒരു ഫുൾ മൂൺ എനർജിയുടെ ബാക്കിയും കൂടി നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതിലുപരി അയാളുടെ റെസ്പോൺസിബിലിറ്റീസ് കൊണ്ട് തന്നെ അയാൾ വളരെ വിഷമിക്കുന്നു. ഭാരം വല്ലാതെ താങ്ങാൻ വയ്യാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. നിത്യവും വഴക്ക്, അടി, ബഹളങ്ങൾ, ഇതൊക്കെ ഇവിടെ നടക്കുന്നു. നമുക്ക് ഇത്രയും കാർഡുകൾ കാണുമ്പോൾ തന്നെ ഇത് കാര്യങ്ങൾ മനസ്സിലായില്ലേ. അതുപോലെ ഇവിടെ കണ്ടില്ലേ, കെട്ടി വെച്ചിരിക്കുന്നു. നമ്മളിവിടെ പറഞ്ഞില്ലേ, അടക്കി പിടിച്ചു വെച്ചിരിക്കുന്നു, നമ്മളിവിടെ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇവിടെ കെട്ടി വെച്ചിരിക്കുകയാണ്. കെട്ടി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ബന്ധനസ്ഥനാക്കി വെച്ചിരിക്കുന്നു. ബന്ധനസ്ഥനാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അനങ്ങാൻ വിടില്ല, അങ്ങോട്ടും വിടില്ല, ഇങ്ങോട്ടും വിടില്ല. അതുപോലെ തന്നെ അവരുടെ വരുതിയിൽ നിർത്തിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അയാൾക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോകാം, അതിനുവേണ്ടി അയാൾ ശ്രമിക്കും എന്നുള്ളത് അടുത്ത കാർഡ്സ് നമുക്ക് നോക്കുമ്പോൾ അറിയാം.
പക്ഷേ ഇവിടെ കെട്ടി വരിഞ്ഞ് മുറുക്കി ഇവിടെ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് എവിടേക്കും അനങ്ങാൻ പോലും പാടില്ല എന്നുള്ള ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. വളരെ ഒരു ദയനീയമായ കാഴ്ചയാണിത്. വളരെ വിഷമിപ്പിക്കുന്നൊരു കാഴ്ചയാണിത്. ആർക്കാണെങ്കിലും ശരി ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ എനിക്കൊന്ന് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ സ്പ്രെഡ് എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കിത് എടുക്കാൻ തന്നെ തോന്നിയില്ല. എന്തോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയാണ് എനിക്ക് തോന്നിയത്. നെക്സ്റ്റ് നമുക്ക് താഴേക്ക് പോകാം. അടുത്ത കാർഡ്സ് നമുക്ക് നോക്കാം. കണ്ടില്ലേ, അതേ കാർഡ് താഴെ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനിത് വേറൊരു ഡക്കിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ഈ കാർഡ് എന്തിനു വന്നു? ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് എടുത്തത്. അപ്പോൾ ആ ക്ലാരിറ്റി കിട്ടിയത് ഇതേ കാർഡ് തന്നെയാണ്. അപ്പോൾ എനിക്കത് വല്ലാത്തൊരു ഫീലായി കേട്ടോ. അപ്പോൾ അത് ഈ അവസ്ഥ തന്നെയാണ് ഈ കാർഡ് കാണിച്ചത്. കണ്ടില്ലേ, ഒരേ കാർഡ്. നെക്സ്റ്റ് കാണിക്കുന്നത് കണ്ടില്ലേ, ഇവിടെ ഗ്രീഡിയാണെന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. റിവേഴ്സ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്. ആര്? നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ആരാണോ ഉള്ളത് അവർ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആണ്. മീൻസ് നിങ്ങളുടെ തേർഡ് പാർട്ടി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം ഇവിടെ എന്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ ലോസ് വന്നിരിക്കുന്നത്. ഇവിടെ പിടിച്ചും വെച്ചിട്ടുണ്ട് അല്ലേ, ഈ വ്യക്തിയെ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നു, ധനം മാത്രമല്ല. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇവർ പിന്നെ സെൽഫ് കെയർ, അവരവരുടെ കാര്യം നോക്കുന്നു എന്നുള്ളതാണ്. അവരെ മിടിക്കുകയാണ് കേട്ടോ, വളരെ മിടിക്കുകയാണ്. അവർ കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ കോൺഫ്ലിക്റ്റ് കണ്ടു ഇല്ലേ, ഇവിടെ കോൺഫ്ലിക്റ്റ് നടക്കുന്നു. സെൽഫ് സെൻറ്റേർഡ് ആണ്, ജലസിയാണ്. സ്ത്രീ വളരെ ജലസിയാണ്. ആരായാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ജലസിയാണ്. മാത്രമല്ല അവർ പിന്നെ സ്മൂത്ത് ഹിയറിംഗ് ആണ്. സ്മൂത്ത് ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസം മുട്ടിക്കുന്നു എന്നാണ്. ശ്വാസം മുട്ടിക്കുന്നു. വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ വെറുതെ കുറ്റപ്പെടുത്തിയും കാര്യം എന്ത് സാഹചര്യത്തിലും ആവട്ടെ പോയത്. ഒരു മനുഷ്യൻ്റെ ദയനീയ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. നമ്മൾക്ക് അയാളുടെ പിന്നെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മളും പലതും പറഞ്ഞു പോകും. ശപിക്കാതിരിക്കുക, ഞാനതേ പറയുന്നുള്ളൂ. ഇവിടെ അയാൾ സറണ്ടർ ചെയ്ത് കിടക്കുകയാണ്. കണ്ടില്ലേ, സറണ്ടർ ചെയ്ത് കിടക്കുകയാണ്. ആൾക്ക് ഒരു നിവൃത്തിയില്ല എന്ന് തന്നെ അർത്ഥം. പിന്നെ ഡെവിളാണ് വന്നിരിക്കുന്നത്. ഡെവിൾ എന്താണ്? ഡെവിൾ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല ഡെക്കും ഇതുപോലെ കണ്ടിട്ടുള്ളവരായിരിക്കാം. എങ്കിലും പറയാം. പ്രൈറ്റാണ് വന്നിരിക്കുന്നത്. ഷാഡോ സെൽഫ്, അറ്റാച്ച്മെൻറ്റ്, അഡിക്ഷൻ, റെസ്ട്രിക്ഷൻ, സെക്ഷുവാലിറ്റി, ടെംപ്റ്റേഷൻ, സെഡക്ഷൻ. എന്തൊക്കെയാണ് നോക്കൂ. ഈ കൂടുതൽ എന്തിനാണ് പറഞ്ഞത്? ടോക്സിസിറ്റിയുടെ അങ്ങേയറ്റമാണ്. അതായത് അതൊരു ബ്ലാക്ക് മാജിക് ചെയ്ത് തന്നെയാണ് ഇവിടെ കെട്ടപ്പെട്ട നിലയിൽ വെച്ചിരിക്കുന്നത്. ബ്ലാക്ക് മാജിക് ഞാൻ ഇതുവരെ എടുത്ത എൻ്റെ സ്പ്രെഡിലൊന്നും തന്നെ ഈ ഒരു സംഗതി വന്നിട്ടില്ല. ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. എനിക്കത് കണ്ടപ്പോൾ തന്നെ വിഷമം തോന്നി. അപ്പോൾ ഇതൊരു ബ്ലാക്ക് മാജിക് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ കെട്ടിവെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് മാജിക് എനർജി ഉണ്ടെന്നുള്ളതിന് ഇനി കൂടുതൽ നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇത് വളരെയധികം ഇയാളെ ബന്ധനസ്ഥനാക്കി വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ആകാൻ കാരണം, ഈ മനുഷ്യൻ ഇങ്ങനെ ആകാൻ കാരണം ഈ എനർജി ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് തോന്നും അയാൾ അതിൽ അഡിക്റ്റായിട്ട് അങ്ങനെ. ഇതിനകത്ത് ഇവിടെ എല്ലാം ഉണ്ട്. പ്രലോഭനമുണ്ട്, അതുപോലെ തന്നെ എന്താണ്, സെക്ഷുവാലിറ്റി ഉണ്ട്, പിന്നീട് എല്ലാം ഉണ്ട്. എല്ലാ തരത്തിലുള്ള എല്ലാ വൃത്തികേടുകളും ഉണ്ട്. അങ്ങനെ ആ മനുഷ്യനെ ആകെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. എന്തായാലും ഒരു നല്ല കാർഡ്സ് അല്ല ഇത്രയും നേരം കിട്ടിയത്. നെഗറ്റീവ് എനർജിയുടെ അങ്ങേയറ്റമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പിന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലും രീതിയിൽ ഇയാൾക്കൊരു മാറ്റം ഉണ്ടോ, അല്ലെങ്കിൽ അയാൾ അതിന് ശ്രമിക്കുന്നുണ്ടോ എന്നും കൂടി നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും അയാൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോഴെന്താണ്? അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പിന്നെ മൂവ് ചെയ്യാൻ വേണ്ടി അയാൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. അയാൾ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണ്? അയാൾക്ക് മടുത്തു എന്ന് പറഞ്ഞാൽ മടുക്കുകയല്ലല്ലോ. ഇതൊക്കെ മടുക്കുക മാത്രമാണോ ചെയ്യുന്നത്? ഇതൊന്നും മടുക്കുക മാത്രമല്ല ചെയ്യുന്നത്. അയാൾ ട്രാപ്പിലാണ്. ഇതാ കണ്ടില്ലേ, ട്രാപ്പിലാക്കപ്പെടുത്തി കളഞ്ഞു. അപ്പോൾ അയാൾ മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെ ക്ഷമയോടുകൂടിയാണ് അയാൾ കാത്തിക്കണം. ഇതും അത് തന്നെയാണ്, ക്ഷമയുടെ കാർഡാണ്. ക്ഷമയോടുകൂടി കാത്തു നിൽക്കുകയാണ്.
പിന്നെ റൈസ് ചെയ്യാൻ വേണ്ടി ഉയർത്തെഴുന്നേൽക്കാനുള്ള ആ ഒരു അഭിവാഞ്ചയോടുകൂടി ആണ് അയാൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ വരുമ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. അയാൾക്ക് ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരു മണി ന്യൂസൊക്കെ അയാൾക്ക് വരുന്നുണ്ട്, ഒരു ആഗ്രഹങ്ങളൊക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ അതൊക്കെ നേരെയാകും എന്നായിരിക്കാം അയാൾ ഉദ്ദേശിക്കുന്നത്. കാരണം മിക്കവാറും ഇവിടെ കിട്ടാനുള്ളതെല്ലാം ഇവിടെ അടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ അതിലയാൾക്കൊരു പ്രതീക്ഷയിലാണ് അയാൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. അയാൾക്ക് എന്താക്കണ്ടോ, ഹെർമിറ്റിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. വളരെ വളരെ പിന്നെ അയാൾക്ക് കാര്യം എല്ലാം മനസ്സിലായി. അതുവെച്ചാൽ അയാളുടെ ഇൻറ്റ്യൂട്ടീവ് പവറിൽ അയാൾ കാര്യങ്ങളെല്ലാം തന്നെ അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞു. കാരണം ഇവിടെ ഈ അവസ്ഥയാണ്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്, എൻ്റെ ഭാഗത്തെ തെറ്റുമാണ് എന്ന് അയാൾക്ക് നല്ലപോലെ മനസ്സിലായി. ടെമ്പറൻസും ഉണ്ട്, കണ്ടില്ലേ? ഇയാൾ 2 കപ്പിലിങ്ങനെ ഇത് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട്ടുള്ള ആ സ്നേഹമാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെ ഓർത്ത് അയാൾ വിഷമിച്ച് നിൽക്കുകയാണിപ്പോൾ. കാരണം ഞാൻ ചെയ്തു പോയ എൻ്റെ അപരാധം കൊണ്ടാണ് എനിക്കിതെല്ലാം സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ക്ഷമയോടെ വെയിറ്റ് ചെയ്യുകയാണ്, എങ്ങനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാനാണ് അയാളിവിടെ കാത്തു നിൽക്കുകയാണ്. പക്ഷേ അയാൾക്ക് ഇവിടെ വരും കേട്ടോ, പ്രോസ്പെരിറ്റി വരും, നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് വരും. പക്ഷേ നിങ്ങൾ ടൈം കുറച്ചെടുക്കും. നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യണം, പ്രാർത്ഥിക്കണം, മാനിഫെസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ പവർ കൊണ്ടായിരിക്കും ഇയാൾക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുക. അല്ലാതെ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്, പിന്നെ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അയാൾ പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹം മാത്രം പോരല്ലോ, ആക്ഷൻ കൂടി വേണ്ടേ, അല്ലേ? ആ ആക്ഷൻ എടുക്കാൻ ഇവിടെ സാധിക്കാതെ വരുന്നത് ഈ ഡബിളിൻ്റെ എനർജി ഉള്ളത് കൊണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഡബിളിൻ്റെ എനർജി ഉള്ളത് കൊണ്ടാണ്. ഈ ഡബിളിൻ്റെ എനർജിയിൽ നിന്ന് ബന്ധനസ്ഥനായിട്ട് കിടക്കുന്ന ഒരാൾ എത്ര ആഗ്രഹിച്ചിട്ടെന്താണ് കാര്യം? അപ്പം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ നന്നായിട്ട് ചെയ്യുക. അയാളുടെ മോചനത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ശ്രമിക്കണം. നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അത് കാരണം വെച്ചാൽ അയാൾ ശ്രമിച്ചിട്ടൊന്നും ഇനി വലിയ കാര്യമൊന്നുമില്ല. കാരണം അയാൾ ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ കെട്ടിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടേതായ എഫർട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാം. അല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ പറയാനില്ല. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ് വരുന്നത്. ഒരു ആക്ഷൻ എടുക്കാൻ, മൂവ്മെൻ്റ് എടുക്കാൻ ഒക്കെ അയാൾ ആഗ്രഹിക്കുന്നു. മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അയാൾ കേട്ടോ, കണ്ടോ? മാനിഫെസ്റ്റിംഗ് ക്വിക്ക്ലി എന്നാണ് പറയുന്നത്. അയാൾ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളും അതുപോലെ ചെയ്യാതെ മാനിഫെസ്റ്റിംഗ് ക്വിക്ക്ലി, ക്വിക്ക് ഡിസിഷൻസ്, എയർ ട്രാവൽ. അയാൾ അത്രയും വേഗം എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എയർ ട്രാവൽ ചെയ്തിട്ട് വരണം എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ദ ഫുൾ കാർഡാണ് അടുത്തത് വന്നിരിക്കുന്നത്. ന്യൂ ബിഗിനിങ്സ് ആണ്, പോസിബിലിറ്റീസ് ഉണ്ട്. വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ഭാവത്തിലാണ് ഇപ്പോഴേ ഉള്ളത്. സ്പോണ്ടേനിയസ് ആണ്. അയാൾ വളരെ ജീവിതത്തിൽ വളരെ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പം ഞാൻ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു മോചനം വന്നേ പറ്റുള്ളൂ. അതിന് നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പിന്നെ പേഴ്സൺ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അയാൾക്ക് മതിയായിട്ടുണ്ട്, നന്നായിട്ട് മതിയായിട്ടുണ്ട്. ഏതായാലും നന്നായി. കാരണം വെച്ചാൽ ഇതുപോലുള്ള ഓരോ അനുഭവങ്ങൾ, അത് ആണായാലും പെണ്ണായാലും ഒക്കെ ഒന്ന് ചിന്തിക്കണം. നല്ല ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില ലൈഫിൽ ഇത്തരം കരടുകൾ വന്ന് കയറി കഴിയുമ്പോഴാണ് അതിൻ്റെ സീക്വൻസ് എന്നതൊക്കെയാണെന്ന് മനസ്സിലാവുന്നത്. ഇത് കാണുന്നവർക്ക് അതിന് ബുദ്ധിമുട്ടാകുന്നു. ഇതവിടെ ഹൈ പ്രിസ്റ്റസ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. ഹൈ പ്രിസ്റ്റസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ കണ്ട ദ ഹെർമിറ്റ്, ടെമ്പറൻസ്, അതേമാതിരിയുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അയാൾക്ക് ഇൻറ്റ്യൂട്ടീവ് പവറൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അയാൾ വളരെ ചിന്തിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ അയാൾക്ക് ആൻസേഴ്സ് കിട്ടുന്നു എന്നുള്ളതാണ്. അയാളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇതെല്ലാം കിട്ടുന്നുണ്ട്. കാരണം ഞാൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ഉള്ള ശിക്ഷയാണ് ഇത് എന്ന് അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. സോ ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡ് തന്നെയാണ്. എല്ലാം എൻഡ് ചെയ്യുന്നു, എൻഡിങ്സ് വരുന്നു എന്നാണ്. ചേഞ്ച് വരുന്നു, ട്രാൻസ്ഫോർമേഷൻ വരുന്നു. അപ്പോൾ അയാളുടെ ഈ ഒരു സൈക്കിൾ തീരാൻ പോകുന്നു എന്നാണ്. ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആകാം. ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലേ, ഒരു കാർമിക് സിറ്റുവേഷനാണിത്. ഈ കാർമിക് സിറ്റുവേഷൻ എൻഡ് ആകുന്നു. നമ്മളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്, എന്നെ ചതിച്ചു പോയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇതിങ്ങനെ വരുന്നതിന് കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ടത്, കാരണം നമ്മളുടെ ഒരു കാർമിക് സൈക്കിളാണ്. അത് നമ്മൾ കർമ്മ അനുഭവിക്കാതെ പോകാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ കഴിഞ്ഞ ജന്മങ്ങളിലും ഇതേമാതിരിയുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അത് എൻ്റെ ആവണമെങ്കിൽ ഈ ജന്മത്തിൽ നമ്മളത്
എന്താകണം, ഇത് എൻ്റെ ആവുന്നുണ്ട്, ഇവിടെ ഡെത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ വന്നിട്ട് ന്യൂ ബിഗിനിങ്ങിലേക്ക് വരുന്നു, ചേഞ്ച് വരുന്നു, ട്രാൻസ്ഫോർമേഷൻ വരുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ ആ ഒരു ഇതിലേക്ക് വരണം, പ്രാർത്ഥിക്കണം, നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം. ഇതാ വരുന്ന അടുത്ത കാർഡ് കണ്ടില്ലേ, നിങ്ങൾക്ക് വളരെ ഹാപ്പി മെമ്മറീസ് ഇതൊക്കെ വരുന്നു, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ്, ജോയ്, നൊസ്റ്റാൾജിയ ഒക്കെ വരുന്നുണ്ട്. അത് വരുന്നത് 6 ഓഫ് കപ്സ് എന്ന എനർജിയാണ് വരുന്നത്. 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു റീയൂണിയനാണ് വരുന്നത്. അടുത്ത കാർഡ് വരുന്നത് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ്. ഫുൾഫിൽമെൻറ്റ് വരുന്നു, നിങ്ങൾക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു, സഫിഷ്യൻസി വരുന്നു, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരുന്നു എന്നാണ്. ഇതിവിടെ ജീവിതത്തെക്കുറിച്ച് ഉള്ള ഒരു കാഴ്ചപ്പാടാണ് ഇത് കാണിച്ചിരിക്കുന്ന ഈ കാർഡ്സ് മൊത്തം. അപ്പോൾ നമ്മളുടെ ലൈഫിൽ ഇത്തരം കാര്യങ്ങൾ വന്നാലും അതിനെ നമ്മൾ ഓവർകം ചെയ്ത് നമ്മളുടെ ലൈഫിനെ സെക്യൂർ ആക്കേണ്ടത് നമ്മളുടെ തന്നെ ജോലിയാണ്. അതിന് ഈശ്വരൻ്റെ ഒരു ഹെൽപ്പ് നമുക്കുണ്ടാകും. ആ സഹായം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കണം, സത്യവും ധർമ്മവും സൂക്ഷിക്കുന്നവരായിരിക്കണം. അക്കാര്യം വിട്ട് കളയരുത്. ഇവിടെ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യൂ, പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് വരുള്ളൂ, ഇതെല്ലാം വരുള്ളൂ. കാരണം നിങ്ങളിവിടെ വളരെ നല്ലൊരു പേഴ്സണാണെന്നാണല്ലോ അതിൻ്റെ അർത്ഥം വരുന്നത്, അല്ലേ? അതുകൊണ്ടാണല്ലോ നമുക്കിത് വരുന്നത്. അതായത് 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. അതൊരു ഫ്രൂയിഷൻ്റെ കാർഡാണ്, നേട്ടങ്ങളുടെ കാർഡാണ്. നിങ്ങളിതുവരെ കഷ്ടപ്പെട്ട, നിങ്ങൾ എഫോർട്ട് ഇട്ടിരിക്കുന്ന ഏതൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഫലം കിട്ടാൻ പോകുന്നു, സക്സസ് വരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പം നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നിങ്ങൾ വളരെ വിരോധവും പിണക്കവും ഒക്കെ മാറ്റി വെച്ചിട്ട് ഒരാൾക്കൊരു വിഷമം, അത് പ്രത്യേകിച്ച് നമ്മളുടെ പാർട്ട്ണർ ആകുമ്പോൾ, ഇതിനകത്ത് സിംഗിളായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ മാരീഡായിരിക്കാം, എല്ലാമുണ്ട് ഇതിനകത്ത്. എല്ലാവർക്കും ഇത് ബാധകമാണ്. നമ്മൾ ലൈഫാണിത്. ലൈഫ് കൊണ്ടുപോകുമ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെ നമ്മൾ കൊണ്ടുപോകണം. നമ്മളുടെ എന്താ പറയുക, ഇതിങ്ങനെ ലോങ് ആകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ലോങ് ആകുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു ആൻസർ കൂടി നോക്കട്ടെ, ഏഞ്ചൽ ആൻസർ കൂടി നോക്കാം. നോക്കൂ, എ ഇയർ ഫ്രം നൗ എന്നാണ് കാണിക്കുന്നത്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? എ ഇയർ ഫ്രം നൗ എന്ന് കാണിക്കുന്നു. ഒരു വർഷം, ഇപ്പോൾ മുതൽ ഒരു വർഷം, അടുത്ത ഫുൾ മൂൺ വരെ നമ്മൾക്ക് കാലാവധി തന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നിങ്ങൾ അത് മനസ്സിൽ വിചാരിക്കണം. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം. ക്ഷമയോടെ മാത്രമല്ല, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. ചുമ്മാതെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടോ, നമ്മൾ സങ്കടപ്പെട്ടിട്ടോ, കണ്ണുനീരൊലിപ്പിച്ചിട്ടോ, ക്ലിങ്ങിയായിട്ടിരുന്നിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഇവിടെ ഞാൻ നിർത്തുകയാണ്. പ്രാർത്ഥനയോടെയാണ് നിർത്തുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.